അതിന് ഈ കേരളത്തിൽ മഴയൊന്ന് ആഞ്ഞു പെയ്താൽ, മഴ ഇറങ്ങിപ്പോയാലും മഴ ശമിച്ചാലും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ആലപ്പുഴക്കാരാണ്. കാരണം അവിടെ എല്ലാ വെള്ളവും ഒടുവിൽ അവിടെ എത്തിച്ചേരും എന്നാണ്. അപ്പോൾ അവിടെ വലിയ പ്രതിസന്ധിയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. മഴയില്ലാത്തപ്പോൾ പോയാൽ പോലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് എന്നാൽ നല്ല വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ആലപ്പുഴക്കാരുടേത്. അപ്പോൾ അവരുടെ ദുരിതം പറയുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ പ്രളയ ദുരിതത്തിന് ശമനമില്ല. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നിലയ്ക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ചെങ്ങന്നൂർ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടിൽ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തോട്ടപ്പള്ളി വഴിയുള്ള നീരൊഴുക്ക് സുഗമമായിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ആലപ്പുഴയുടെ അവസ്ഥ പലതവണ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ വെള്ളം എന്നത് എല്ലാ ദിവസവും മഴയില്ലാത്തപ്പോഴും അടുത്ത് കാണുന്നവരാണ് ആലപ്പുഴക്കാർ എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ എന്താണ് ആലപ്പുഴയുടെ ദുരിതം? വെള്ളം ഇറങ്ങിത്തുടങ്ങിയെന്നത് ആശ്വാസമാണെങ്കിലും ജനങ്ങൾ എന്തു പറയും? കൃഷ്ണരാജ്, ഇപ്പോഴും കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വെള്ളം ഇറങ്ങി തുടങ്ങി എന്ന് പറയുമ്പോഴും കുട്ടനാടൻ മേഖലയിൽ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടാലറിയാം, ഈ AC റോഡിലടക്കം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യം. വലിയ വണ്ടികൾ മാത്രമാണ് പോകുന്നത്. ഇപ്പോൾ ഇതുവഴി ഗൂഗിൾ മാപ്പും മറ്റും നോക്കി എളുപ്പത്തിൽ തിരുവനന്തപുരത്തു നിന്നും മറ്റും ആലപ്പുഴയിലേക്ക് എത്താൻ വരുന്ന ആൾക്കാർ ഈ AC റോഡിൽ കയറി വന്ന പല വണ്ടികളാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറിയത് മൂലം ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോഴും വെള്ളക്കെട്ടുകൾ നിറഞ്ഞ അവസ്ഥ തന്നെ അല്ലേ? വെള്ളം കണ്ടുപോകാനും പഴയ പോലെ കിടക്കും. എന്നാലും ഒരു മുക്കാലടി ഇറക്കമുണ്ട്. എന്നാലും വീടുകൾ വെള്ളത്തിൽ, വീടുകളെല്ലാം വെള്ളത്തില്ല. ഈ പാടത്തിന് അടുക്ക് കിടക്കുന്നവരെല്ലാം വെള്ളത്തിലാണ്. കാര്യം അവിടുന്ന് വെള്ളം ഇറങ്ങാൻ പാടാ. പിന്നെ മോട്ടോർ വെച്ച് അടിക്കണം. പല മോട്ടോർ നിറയെല്ലാം വെള്ളം കയറി കിടക്കുക. ഈ AC റോഡിൽ തന്നെ ഇത്രയും വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം വന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടിയ ഒരു സാഹചര്യമാണ് ഈ മങ്കൊമ്പിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തിന് കൂടിയ സാഹചര്യം തന്നെ. അതെങ്ങനെ ഈ പാടശേഖരങ്ങളിൽ നിന്നും മറ്റും വെള്ളം കയറിയതാണ് ഇത്രയും? പാടശേഖരങ്ങൾ പുറം ബണ്ടുകൾ ശരിക്കും വിലപ്പെടുത്തുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുറം ബണ്ടുകൾ വിലപ്പെടുത്തിയാൽ ഇവിടെ ഇത്രയും വെള്ളം വരികയില്ല. ആരും ശ്രദ്ധിക്കുന്നത്. ഈ വെള്ളം വരുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ, പിന്നില്ല. അതുപോലെ തന്നെ ഈ തോടുകൾ മിക്കതും പോള കയറി എക്കല് നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് അത് വലിയ തടസ്സമല്ലേ ഉണ്ടാകും? തീർച്ചയായിട്ടും ഭയങ്കര തടസ്സമാണ്. അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കത്തില്ല. പിന്നെ തോടുകളെല്ലാം വെള്ളത്തിന് മൊത്തം എക്കല് കയറി തിങ്ങി കിടക്കുക. കണ്ണുവാനം പോളയും വെള്ളം പോകാൻ വലിയ പാടാണ്. ഇപ്പം തോട്ടപ്പള്ളി സ്പിൽവേ പൊളിച്ചു പണിയണമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ പോളകൾ നീക്കുന്നതിലെല്ലാം വലിയ വീഴ്ച തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഭയങ്കര വീഴ്ച തന്നെയായിരുന്നു. ഇപ്പം റോഡ് പണി തന്നെ വലിയ വീഴ്ചയാണല്ലോ. ഭയങ്കര വീഴ്ചയാണ്. കാര്യം റോഡിന് വീതിയില്ല, നല്ല രീതിയിൽ പൊക്കിയിട്ടില്ല. ഇവിടെ എല്ലാം വെള്ളം നേരത്തെ കിടന്ന് എന്നിട്ടും ശരിയായിട്ടില്ല. നോക്കിയേ, ഇവിടെ കിടക്കുന്നുണ്ടോ ആ രീതിയിൽ. സാധാരണ വെള്ളം കയറുന്ന ഭാഗങ്ങൾ ഉയർത്തുന്നതിൽ വലിയ പരാജയം, ഒരു അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലല്ലോ. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നത്. വളരെ മോശമാണ് AC റോഡ്. ഈ AC റോഡിൻ്റെ നിർമ്മാണം തന്നെ ഇനിയും ഒരിക്കലും എത്ര പ്രളയം വന്നാലും 2018 സമാനമായ ഒരു പ്രളയം വന്നാൽ പോലും വെള്ളം കയറില്ല, ഗതാഗതം തടസ്സപ്പെടില്ല എന്ന് പറഞ്ഞ് 850 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച AC റോഡിലാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത്. നിരവധി കാറുകൾ വ്യക്തമാക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആലോചനയില്ലാതെ കെട്ടിപ്പൊക്കുക, അത് എങ്ങനെ പ്രതിസന്ധിയാകും എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിന് കാരണമായി മാറുന്നത്. പൊതുജനങ്ങൾ അത് പറയുന്നുമുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന്, ഇപ്പോൾ ആ നമ്മുടെ AC റോഡ് വെള്ളം കയറില്ല, MC റോഡ് അല്ലേ, വെള്ളം കയറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അതാണ്. അപ്പോൾ ശാസ്ത്രീയമായി എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അതില്ലാതെ കോടികൾ വെള്ളത്തിൽ കൊണ്ടൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുകയാണ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.